സംസ്ഥാനത്തോടുള്ള കേന്ദ്ര അവഗണനയ്ക്കെതിരെ നിയമസഭാ പ്രമേയം പാസാക്കി ഗ്രാന്റ് തടഞ്ഞുവെക്കൽ, വായ്പാ പരിധി വെട്ടിക്കുറയ്ക്കൽ എന്നീ നടപടികളിൽ നിന്നും കേന്ദ്ര സർക്കാരിന് പിന്തിരിയണമെന്നാവശ്യപ്പെട്ടായിരുന്നു പ്രമേയം. സംസ്ഥാനങ്ങളെ കീഴ്ഘടകങ്ങളായി കാണുന്നത് ജനാധിപത്യ വിരുദ്ധമാണെന്നും കുറ്റപ്പെടുത്തി. ദില്ലിയിലിരിക്കുന്നവർക്ക് വിഷമം തോന്നാതിരിക്കാനാണ് നിലപാട് വ്യക്തമാക്കാതെ പ്രതിപക്ഷം സഭ ബഹിഷ്കരിച്ചതെന്ന് ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ ആരോപിച്ചു. കേന്ദ്ര സർക്കാരിന്റെ അപ്രഖ്യാപിത സാമ്പത്തിക ഉപരോധത്തിനെതിരെ ഫെബ്രുവരി 8-ന് ഡൽഹിയിൽ സമരം ആരംഭിക്കാനിരിക്കെയാണ് സമരത്തിന് പിന്നിലെ രാഷ്ട്രീയവും ഭരണപരവുമായ കാരണങ്ങൾ വെളിവാക്കിയുള്ള സർക്കാരിന്റെ പ്രമേയം. സാമൂഹ്യക്ഷേമം ഉൾപ്പെടെയുള്ള ആകെ ചെലവുകളുടെ സിംഹഭാഗവും വഹിക്കുന്നത് സംസ്ഥാന സർക്കാരുകളാണ്. എന്നാൽ റവന്യൂ വരുമാനത്തിന്റെ ഗണ്യമായ ഭാഗം യൂണിയൻ സർക്കാരിന്റെ കയ്യിലാണെന്ന് പ്രമേയം ചൂണ്ടിക്കാട്ടുന്നു. ഈ അസന്തുലിതാവസ്ഥ പരിഹരിക്കാനുള്ള ധനകാര്യ കമ്മീഷൻ ശുപാർശകളെ പോലും കേന്ദ്ര സർക്കാർ കാറ്റിൽ പറത്തുകയാണെന്ന് പ്രമേയം കുറ്റപ്പെടുത്തി. 15ാം ധനകാര്യ കമ്മീഷന്റെ അംഗീകരിക്കപ്പെട്ട ശുപാർശകളെ മറികടന്നുകൊണ്ട് കേന്ദ്ര സർക്കാർ കേരളത്തിന്റെ വായ്പാ പരിധി 2021-22 മുതൽ മുൻകാല പ്രാബല്യത്തോടെ വെട്ടിക്കുറച്ചത്. കേന്ദ്ര സർക്കാർ അംഗീകരിച്ച് ബഹുരാഷ്ട്രപതിയുടെ അനുമതിയോടെ പാർലമെന്റിന്റെ ഇരുസഭകളെയും അറിയിച്ച ശുപാർശകളെ കാറ്റിൽ പറത്തുന്ന സമീപനമാണ് കേന്ദ്ര ധനമന്ത്രാലയം വായ്പാ കാര്യത്തിൽ കൈക്കൊണ്ടിരിക്കുന്നത്. ഇതോടൊപ്പം തന്നെ ലഭിക്കേണ്ട ഗ്രാന്റുകൾ തടഞ്ഞുവെക്കുന്ന അവസ്ഥയും ഉണ്ടാകുന്നു. സാർ, ഇതെല്ലാം തന്നെ ഫെഡറൽ സംവിധാനത്തിന്റെ കടയ്ക്കൽ കത്തിവെക്കുന്ന നടപടികളാണെന്ന കാര്യത്തിൽ ഈ സഭയ്ക്ക് ഒരു സംശയവുമില്ല. പ്രമേയം കേന്ദ്രത്തിനെതിരെയായിരുന്നുവെങ്കിലും അവതരണ വേളയിൽ സഭ ബഹിഷ്കരിച്ച പ്രതിപക്ഷത്തിനെതിരെയും ഭരണപക്ഷം തിരിഞ്ഞു. സംസ്ഥാനത്തെ ജനങ്ങളെ ബാധിക്കുന്ന വിഷയത്തിൽ കേരളം ഒറ്റക്കെട്ടാണെന്ന സന്ദേശം നൽകേണ്ടതിന് പകരം പ്രതിപക്ഷം ജനങ്ങളെ വഞ്ചിച്ചുവെന്ന് ധനമന്ത്രി കുറ്റപ്പെടുത്തി. ഞങ്ങൾ യുനാനിമസ് ആണ് എന്ന് വരുത്തി കഴിഞ്ഞാൽ ഡൽഹിയിലിരിക്കുന്ന ആളുകൾക്ക് ഇനി എന്തെങ്കിലും വിഷമം തോന്നുമോ? ഗർഭഗൃഹത്തിൽ BJPക്ക് അകത്തേക്കുള്ള വിരിയുന്ന മൊട്ടയായി ഇതിനകത്തിരിക്കുന്ന ആളുകൾ ചെയ്യുന്ന കാര്യമല്ല സാർ ഇത്. അവർ ചെയ്ത കാര്യങ്ങളെല്ലാം അവരിങ്ങനെ വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രതിപക്ഷത്തിന്റെ അഭാവത്തിൽ നിയമസഭ പ്രമേയം ഏകകണ്ഠമായി പാസാക്കി. റിപ്പോർട്ടർ, തിരുവനന്തപുരം.